വോട്ട് ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും ഒന്നും മിണ്ടാതെ അദ്ദേഹം പോവുകയായിരുന്നു. പ്രതികരണമില്ലാതെ അദ്ദേഹം പോകുമ്പോഴും ആ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. വലിയ ആരോപണമാണുള്ളത് സാർ. ഒന്നും അതിൽ പ്രതികരിക്കാനുള്ളത് സാർ. താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു സാർ. ഒന്നും പ്രതികരിക്കാനില്ല സാർ. വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണം സാർ. യാതൊരു പ്രതികരണമില്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ. സാർ ഒന്നും പറയാനില്ലേ? സാർ ഒന്നും പറയാനില്ലേ? സാർ വലിയ ആരോപണമാണ് സാർ. അനൂപ് ദാസ് വിവരങ്ങളുമായുണ്ട്. അനൂപ്, ഒന്നും മിണ്ടാതെ സുരേഷ് ഗോപി മൗനത്തിലൂടെ മറുപടി നൽകുകയാണ്. പക്ഷേ ചോദ്യങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയുമാണ്. ദേശീയതലത്തിൽ ഇന്നലെ പ്രക്ഷുബ്ധമായി നമ്മൾ കണ്ടത് വലിയ പ്രതിഷേധമായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളുടെ തുടർച്ചയായിട്ടായിരുന്നു. തൃശ്ശൂരിലെ വിഷയം അത് ദേശീയതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ? ദേശീയ തലത്തിൽ കേരളത്തിന് പുറത്ത് ചർച്ചയായിട്ടില്ല. പക്ഷേ കേരളത്തിന് സജീവ ചർച്ചയാകുമ്പോഴാണ് സുരേഷ് ഗോപിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചത്. തൃശ്ശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തു എന്ന ആരോപണമുണ്ടല്ലോ. KR ഷാജി എന്ന ആൾ RSS നേതാവ് വോട്ട് ചേർത്തല്ലോ, താങ്കളുടെ ഡ്രൈവർ വ്യാജ വോട്ട് ചേർത്തല്ലോ എന്നെല്ലാം നമ്മൾ ചോദിച്ചു. പക്ഷേ യാതൊന്നും മിണ്ടാതെ അദ്ദേഹം പോവുകയായിരുന്നു. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ആരോപണം ജനാധിപത്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി പറയുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി അയാൾക്കുണ്ട്. അത് MP ആകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധി ആകുമ്പോൾ പ്രധാനമായും. പക്ഷേ അങ്ങനെ യാതൊരു ഉത്തരവാദിത്വവും തനിക്കില്ല എന്ന നിലയിലാണ് അദ്ദേഹം നടന്നു പോയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുമുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കുറേയേറെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് മറ്റുമെല്ലാം വ്യാജമായിട്ടുള്ള വോട്ടുകൾ ചേർത്തു. അതിൽ ആലത്തൂർ മണ്ഡലത്തിലെ 11ാം ബൂത്തിൽ വോട്ടുള്ള KR ഷാജി എന്നയാൾ കുടുംബസമേതം ഇവിടെ 37ാം ബൂത്തിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആൾ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്യുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബം തൃശ്ശൂർ വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ വ്യാപകമായി വ്യാജ വോട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നപ്പോഴാണ് നമ്മൾ ചോദ്യങ്ങളുമായി എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സുരേഷ് ഗോപി എവിടെയും കാണാനില്ലായിരുന്നു. പൊതു ഇടങ്ങളിലോ മറ്റോ ഒന്നും അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം എവിടെ പോയി എന്ന ചോദ്യം KSU ഒക്കെ ചോദിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലാണ് നമ്മൾ ചോദ്യങ്ങളുമായി സുരേഷ് ഗോപിയെ സമീപിച്ചത്. പക്ഷേ ഒന്നും മിണ്ടാതെ പോകുന്ന കാഴ്ച, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. പക്ഷേ യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയില്ല. ഒരു പ്രതികരണവും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അനൂപാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങളോട് മൗനമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നത് വളരെ പ്രധാനമാണ്. അത്രത്തോളം ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സാർ നമസ്കാരം. സാർ, തൃശ്ശൂരിലെ വലിയ ആരോപണമാണുള്ളത് സാർ. ഒന്നും അതിൽ പ്രതികരിക്കാനുള്ളത് സാർ. താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു സാർ. ഒന്നും പ്രതികരിക്കാനില്ല സാർ. സാർ, വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണം സാർ. സാർ യാതൊരു പ്രതികരണമില്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ. സാർ ഒന്നും പറയാനില്ലേ? സാർ ഒന്നും പറയാനില്ലേ? സാർ വലിയ ആരോപണമാണ് സാർ. യാതൊന്നും മിണ്ടാതെ, ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ്.